ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. ഇപ്പോൾ PSC ആസ്പിരൻസ് എല്ലാവരും തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഡിഗ്രി പ്രിലിംസ്, KS മുതലായ എക്സാമുകളോടൊപ്പം തന്നെ 10th ബേസ്മെന്റിൽ എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒന്നാണത്. ഇനി വരാൻ പോകുന്ന VFAയുടെ നോട്ടിഫിക്കേഷനും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പഠനം കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കും. കാരണം ആ ഒരു എക്സാമിനും ഇത് ഉപകരിക്കപ്പെടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇതിനുവേണ്ടി കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, സെൽഫായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കും. ഇവർക്ക് ഈ ഇരു കൂട്ടർക്കും ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള കാര്യം, അതായത് പഠിച്ചു പോകുന്ന കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള കാര്യം ഈ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റഡി പ്ലാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിൽ കുറച്ച് ടെസ്റ്റുകളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു. എന്നാലും ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു സ്റ്റഡി പ്ലാൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എന്നാലും നമ്മൾ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് വേറെ വ്യത്യസ്തമായ രീതിയിലൂടെ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. എനിവേസ്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി പോകുക, പ്രധാനപ്പെട്ടത്. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന PSCയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഈ ഒരു ടൈമിൽ കേട്ടോ. നല്ലോണം നിങ്ങളുടെ പഠനം എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്തു പോകുക, അതിൽ വ്യത്യാസമൊന്നും വരുത്തണ്ട. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ പറയുന്ന SCERT പാഠഭാഗങ്ങളോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് NCERT പാഠഭാഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മിക്കവർക്കും ഇപ്പൊ ഒരു നമുക്ക് കുറച്ചും കൂടെ റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഈ എക്കണോമിക്സിന്റെ, അതുപോലെ തന്നെ കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, അതുപോലെ സയൻസിന്റെ ഏരിയ, IT ഏരിയ, ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആകാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ എക്കണോമിക്സിന്റെ ഒക്കെ ഭാഗം കൂടുതലും NCERTയിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് ജോഗ്രഫിയുടെ ചില ഭാഗങ്ങളൊക്കെ NCERTയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ SCERT ആണെങ്കിലും NCERT ആണെങ്കിലും നോക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ചോദ്യമൊക്കെ വരുള്ളൂ. പക്ഷെ നമുക്ക് ഒരു മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് വാസ്റ്റ് ആണ്. ഒരു ചാപ്റ്ററിൽ ചിലപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ അത്രയൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ ആ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. അല്ല, കേവലം മാർക്സ് മാത്രമല്ല നമ്മൾ കൂട്ടേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ലിസ്റ്റ് ഇടം നേടണം. അത് ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ മാർക്കിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഏരിയാസ് ഉണ്ടല്ലോ, കൂടുതലും ടഫ് ആകാൻ ചാൻസ് ഇല്ല, കൂടുതൽ അവര് ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ, കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഒക്കെയാണ് എക്കണോമിക്സും, അതുപോലെ നമ്മളെ മുൻപ് SCERT NCERT പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഒക്കെ തന്നെ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് പിന്നെയും പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും. കാരണം SCERT ബേസ്ഡ് ആയിട്ടാണ് മിക്കതും ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ NCERT ബേസ്ഡ് ആണ്. അപ്പോൾ ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠഭാഗം ഞാൻ LDCയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇത് ഇപ്പോൾ നമുക്ക് പുതിയ SCERTയും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് 5, 7, 9 ഒന്നും കൂടെ പറയുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള ഈ പാഠഭാഗങ്ങൾ നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുമ്പോഴും നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പാഠഭാഗങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് SCERT ആണെങ്കിലും NCERT ആണെങ്കിലും. എന്നാലേ നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഔട്ട് ഓഫ് ദി സിലബസ് എന്നുള്ള രീതിയിലുള്ളത് വരണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ പാടാകുക. എന്നാലും ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് സ്ട്രോങ് ആകണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് നോക്കാം. ക്ലാസ് 5 ചാപ്റ്റർ 4 കരുതലോടെ ചെലവിടാം. അതുപോലെ ക്ലാസ് 6 2 പാഠഭാഗങ്ങളാണ്. ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ, ദെൻ ചാപ്റ്റർ 12 പ്രകൃതിയുടെ വരദാനം. ഓക്കെ, ദെൻ ക്ലാസ് 7 ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. ക്ലാസ് 8 2 പാഠഭാഗങ്ങളാണ്. ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ, ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ദെൻ ക്ലാസ് 9 3 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 3 ദേശീയ വരുമാനം, ചാപ്റ്റർ 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, ചാപ്റ്റർ 9 സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. ഓക്കെ, ദെൻ ക്ലാസ് 10 2 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരുമാനവും, ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇതിൽ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും 10th ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേയധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ക്ലാസ് 10 പല ചാപ്റ്റേഴ്സും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് ഇതിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പാഠഭാഗങ്ങൾ വായിച്ചു പോകണം. ഇനി ന്യൂ SCERT ആണ് നമുക്ക് നോക്കാനുള്ളത്. ക്ലാസ് 5 ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ, ചാപ്റ്റർ 9 തുല്യതയിലേക്ക്, ക്ലാസ് 7 ചാപ്റ്റർ
7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ചാപ്റ്റർ 10 ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. ക്ലാസ് 9 ചാപ്റ്റർ 4 മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിൽ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ദെൻ ക്ലാസ് 9 തന്നെ ചാപ്റ്റർ 6 വിലയും വിപണിയും. ഇനിയാണ് നമ്മുടെ NCERT ചാപ്റ്റേഴ്സ് നോക്കേണ്ടത്. ക്ലാസ് 11 ചാപ്റ്റർ 1 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു രീതിയാണത്. കാരണം കുറേയധികം കഥകളാണ് ഓരോ ഇയറിന്റെ അതായത് ഓരോ കാലഘട്ടത്തിലെ എന്തൊക്കെ വ്യത്യാസങ്ങൾ, അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും ഒക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, അതിന്റെ ശതമാന അടിസ്ഥാനത്തിലുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് കൂടുതൽ എന്ത് ചോദിക്കാനാണ്, പക്ഷെ അത് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഒറ്റ ഇരിപ്പിന് നമുക്ക് വായിക്കാൻ കുറേയധികം കാര്യങ്ങളാണ് അതിലുള്ളത്. നമ്മളതിൽ വായിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ മാക്സിമം അണ്ടർലൈൻ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് ഇതാക്കാം. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടുണ്ട് NCERT ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് അത്ര ആ ഒരു ശ്രദ്ധയോട് കൂടി തന്നെ വേണം നമ്മൾ ഈ ചാപ്റ്റർ നോക്കാൻ. അതുപോലെ ചാപ്റ്റർ 2 ഇന്ത്യൻ സമ്പദ്ഘടന 1950 90. ഈ ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടുത്ത വരുന്നത് ചാപ്റ്റർ 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്താണ് ഉദാരവൽക്കരണത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്, ആഗോളവൽക്കരണത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസീസ് പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഓരോന്നിനും ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ്സ് എന്നിട്ട് പറയും സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടന്നതാണോ, അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ നമുക്കതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്കാണെങ്കിൽ ഇനി അത് വായിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ചാപ്റ്റർ 4 ദാരിദ്ര്യം, ചാപ്റ്റർ 6 ഗ്രാമവികസനം, ചാപ്റ്റർ 7 തൊഴിൽ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 1, 2, 3 എന്നുള്ളത് തന്നെയാണ്. ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിൽ നിന്നൊക്കെ പിന്നെ ദാരിദ്ര്യം അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഇൻഡെക്സുകൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു ശീലിക്കുക കേട്ടോ. കാരണം ഇൻഡെക്സിന്റെ എല്ലാ നമ്മൾ ഓരോ പോവർട്ടി ഇൻഡെക്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, UNDP അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഇൻഡൈസസുകൾ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതായത് ഈ ദാരിദ്ര്യം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റ്സ്, എന്തെങ്കിലും പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ സർക്കാർ, കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാംസ് ഈ ഒരു മേഖലയിലൊക്കെ, തൊഴിൽ, ദാരിദ്ര്യം, വികസനം, അങ്ങനത്തെ ഗ്രാമവികസനം, അങ്ങനത്തെ ഇതിൽ ആ ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടും കൂടെ ഇതൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ് 12 ചാപ്റ്റർ 1 ആമുഖം. ക്ലാസ് 12 തന്നെ ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ. അപ്പോൾ ഇന്ത്യ ഏത് മെത്തേഡാണ് സ്വീകരിക്കുന്നത്, അത് ലേറ്റസ്റ്റ് എത്രയാണ്, നമ്മളുടെ ആ ഒരു എന്താണ് ഇപ്പോൾ GDP ഒക്കെ നമ്മൾ പറയില്ല, അതിന്റെ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ, നിലവിൽ എത്രയാണ്, പിന്നെ എന്തെങ്കിലും ഡെഫിസിറ്റ്, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട പാഠഭാഗമാണ്. അതുപോലെ തന്നെ ചാപ്റ്റർ 3 പണവും ബാങ്കിങ് സംവിധാനവും, ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മോണിറ്ററി പോളിസി, ഫിസ്കാൽ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് ധനനയം, പണനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് ഡിഗ്രി ലെവലിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 10th എന്ന് പറയുന്നത് 10th ബേസ്മെന്റ് നടക്കുന്ന ഏതൊരു എക്സാമും എളുപ്പമാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ ഡിഗ്രി ലെവലിൽ തന്നെ അത്യാവശ്യം പഠിക്കാം. എന്ന് വെച്ചാൽ ഡിഗ്രി ലെവലിൽ പറയുന്ന എക്സ്ട്രാ ഭയങ്കരമായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നോക്കാൻ ഞാൻ പറയുന്നില്ല. അത് ഡിഗ്രിയുടെ ആ ഒരു ലെവലിൽ തന്നെ വേണം. പക്ഷെ അത്യാവശ്യം ഒരു ഇൻഡെപ്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 10th-ന്റെയും 12th-ന്റെയും ഒക്കെ ലെവലിൽ നടക്കുന്ന എക്സാംസ് ഒക്കെ നമുക്ക് വളരെയധികം ഈസി ആവും. ഇപ്പൊ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല ഉയർന്ന രീതിയിൽ പഠിച്ചാൽ പിന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അതിനുള്ള സമയം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ദെൻ നെക്സ്റ്റ് IT, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആ ഒരു രീതിയിൽ NCERT ചാപ്റ്റേഴ്സ്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില NCERT ചാപ്റ്റേഴ്സ് നോക്കുക. ഓക്കെ, റാങ്ക് ഫയലിലൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നമ്മൾ NCERT കൂടുതൽ ഫോക്കസ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ക്ലാസ് 11 ചാപ്റ്റർ 1 കമ്പ്യൂട്ടറിലെ അടിസ്ഥാന ഘടകങ്ങൾ, ചാപ്റ്റർ 2 കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ, ചാപ്റ്റർ 8 കമ്പ്യൂട്ടർ ശൃംഖലകൾ, ചാപ്റ്റർ 9 ഇന്റർനെറ്റ്, ചാപ്റ്റർ 10 വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സേ പറയുന്നുള്ളൂ. ജസ്റ്റ് ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ആ ഒരു ഹ്യൂമാനിറ്റീസിന്റെ ആ ഒരു ഇതിലാണ് പറയുന്നത്. ഈ NCERT ചാപ്റ്റേഴ്സ് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനതൊന്ന് നോക്കാൻ പറഞ്ഞത്. കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള രീതിയാണ് ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം. AI അങ്ങനത്തെ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, അതൊക്കെ നിങ്ങൾക്കറിയാലോ. OpenAI ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ വികസിപ്പിച്ചത് ഏതിന്റെയാണ്, ഗൂഗിളിന്റെ ആണോ? വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ളതുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ഇപ്പോഴേ നോക്കി ശരിക്കാട്ടോ. നമ്മൾ ഇപ്പൊ പഠിച്ചാലേ നമുക്ക് 2-3 പ്രാവശ്യം ആവർത്തി നോക്കേണ്ടി വരും, എന്നാലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ.
നെക്സ്റ്റ് ഭൂമിശാസ്ത്രം. അതായത് നമ്മൾ നേരത്തെ മുൻപത്തെ ഒരു വീഡിയോ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ കണ്ടിട്ടുണ്ടാവും. SCERTയുടെയും NCERTയുടെയും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട്. ഓക്കെ. അപ്പോൾ ഈ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ സമുദ്രചലനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ളത് മിക്കവരുടെയും ഒരു ഡൗട്ടാണ്. കാരണം വളരെയധികം കുറേ ചലനങ്ങൾ, അതുപോലെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫേസിൽ അല്ലെങ്കിൽ മറ്റൊരു ഫേസിൽ ഈ ഒരു ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻപ് SCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂമിശാസ്ത്രത്തിന്റെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ NCERTയുടെ മാത്രമാണ് ഇത് നോക്കുന്നത്. ചിലതിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി SCERT പാഠഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ NCERTയുടെ പാഠഭാഗങ്ങളാണ് അതുകൊണ്ട് ഭൂമിശാസ്ത്രത്തിന്റെ നോക്കുന്നത്. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി, അതായത് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ക്ലാസ് 11 തന്നെ ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 1 ഇന്ത്യ, സ്ഥാനം, പൊസിഷൻ എന്താണോ NCERT കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് തന്നെ നോക്കുക. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെ നിന്ന് കടന്നു പോകുന്നു, ഇതൊക്കെ ഇപ്പോൾ പറയും ഇതൊക്കെ ഓൾറെഡി നോക്കിയേക്കണല്ലേ. നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ആവർത്തി ഇത് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിവിഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് തന്നെ വായിക്കാം. ചാപ്റ്റർ 2 ഭൂപ്രകൃതി, ഫിസിയോ ജോഗ്രഫി നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ദെൻ ചാപ്റ്റർ 3 നീരൊഴുക്ക് വ്യൂഹം, ചാപ്റ്റർ 4 കാലാവസ്ഥ, ചാപ്റ്റർ 5 സ്വാഭാവിക സസ്യജാലങ്ങൾ, ചാപ്റ്റർ 6 മണ്ണ്, ചാപ്റ്റർ 7 പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം, പിന്നെ ഓരോ സംസ്ഥാനം റിലേറ്റഡ് ആയിട്ടും നമ്മൾ നോക്കാൻ പറയുന്നുണ്ട്. സിലബസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സംസ്ഥാനം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ. അത് കൂടുതലും ചോദിക്കാൻ ചാൻസ് എങ്ങനെയാണെന്ന് അറിയോ, കറണ്ട് അഫെയറിന്റെ ആ ഒരു രീതിയിലാണ് ചോദിക്കുക. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വന്യജീവി സങ്കേതം വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മൃഗത്തിന്റെ സംരക്ഷണാർത്ഥം ഇന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് അഫെയർസ് കൂടുതൽ അവിടെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ക്ലാസ് 11 ചാപ്റ്റർ 1 ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം. ഇത് വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടാണ് ഇനി പറയാൻ പോകുന്ന ചാപ്റ്റേഴ്സ്. ദെൻ ചാപ്റ്റർ 3 ഭൂമിയുടെ ഉള്ളറ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിന്റെ സ്ട്രക്ചർ, ഞാൻ ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പറഞ്ഞിരുന്ന ആ ഒരു സമയത്ത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തൊരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനയെ സംബന്ധിച്ച് വരാവുന്ന ചോദ്യങ്ങൾ 2-3 ഡിസ്കസ് ചെയ്തു. അത് മിക്കവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു, കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ദെൻ ചാപ്റ്റർ 4 വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ദെൻ ചാപ്റ്റർ 5 ധാതുക്കളും ശിലകളും, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം മിനറൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഇന്ന ധാതു, അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനം ഇത്, ഇതൊക്കെ SCERTയിലും NCERTയിലും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് തന്നെ ഇവരെടുത്ത് ചോദിക്കുന്നത് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഓക്കെ. ദെൻ ശിലകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ശിലകൾ പഠിക്കുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 8 അന്തരീക്ഷ സംരചനയും ഘടന, ദെൻ ചാപ്റ്റർ 9 സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലോകത്തിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് ഓരോ പ്രത്യേകത, അതൊക്കെ. ദെൻ ചാപ്റ്റർ 10 അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും, ഇതാണ് നമ്മൾ കഴിഞ്ഞ ഇതിലെ NCERT പാഠഭാഗങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ലെക്ചർ 1 ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. ഇതിനോട്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ, വിൻഡ് പോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്ററിന്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്, NCERT എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ, ക്ലാസ് അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള പ്ലേലിസ്റ്റിലും ഇട്ടിട്ടുണ്ട്, അത് SCERT NCERT ക്ലാസ്സസ് എന്നുള്ള ഇതിലും പ്ലേലിസ്റ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാം, മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളുടെ എടുത്തിടാലോ. ദെൻ ചാപ്റ്റർ 11 അന്തരീക്ഷത്തിലെ ജലം, ദെൻ ചാപ്റ്റർ 13 ജലം, സമുദ്രങ്ങൾ, ചാപ്റ്റർ 14 സമുദ്രജല ചലനങ്ങൾ. KS അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിനൊക്കെ വളരെയധികം പ്രധാനമായും പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഈ ചാപ്റ്റർ 14 എന്ന് പറയുന്ന സമുദ്ര ചലനങ്ങൾ എന്ന് പറയുന്നത്. പ്രവാഹങ്ങളൊക്കെ നമ്മൾ കുറേയധികം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മാപ്പ് ബേസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും. ഓരോ കോണ്ടിനെന്റിലൂടെയും പോകുന്ന കോൾഡ് കറൻസ്, വാം കറൻസ്, അതിന് എന്താണ് അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകത, എന്താണ് അതുണ്ടാക്കുന്ന എഫക്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എളുപ്പമാകും. നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ തോന്നും, പക്ഷെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിനേക്കാളും എന്താണ് ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഒരാളുടെ ക്ലാസ് കേട്ടാലോ അല്ലെങ്കിൽ നമ്മൾ കേവലം വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നും, ഓ ഇത്രയല്ലേ തോന്നും. പക്ഷെ നമുക്ക് പരീക്ഷ ടൈം ആകുമ്പോൾ ഇതൊക്കെ ഓർമ്മ നിൽക്കണ്ടേ. കാരണം നമ്മൾ കേവലം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതിൽ ഇംഗ്ലീഷൊക്കെ നമ്മൾ നല്ലോണം ഗ്രാമറൊക്കെ നോക്കേണ്ടത്. അപ്പോൾ കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ റിവിഷൻ വേണം. അതിന് നല്ല രീതിയിൽ അന്നന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ അന്നന്ന് വായിക്കുന്നത്, കേൾക്കുന്നതും ഒക്കെ നമ്മുടെ മൈൻഡിൽ നിൽക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം വീക്കെൻഡ് ആകുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ, ആ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്
നമുക്ക് നല്ല രീതി ഇനി അടുത്ത ഒരു എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. കുറേയധികം പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതായത് ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോഴും താഴ്ന്ന അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫിന് തൊട്ട് ബാക്കി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. നമുക്കിപ്പോൾ അതിനുള്ള സമയമുണ്ട്. എക്സാമിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ ബുദ്ധിമുട്ടാകും നമുക്കിതൊക്കെ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.